ഹലോ ഫ്രണ്ട്സ്, പ്രവാസികൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. മൊബൈൽ നോക്കാം. ഈ വീകോൾ എന്ന ഈ ആപ്ലിക്കേഷൻ പ്രവാസികൾക്ക് വളരെ ഉപകാരപ്പെട്ടെന്നാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അങ്ങനെയാണ് വരുന്നത്. അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് കൊടുക്കുക, കണ്ടിന്യൂ അടിക്കുക. നെയിം എൻ്റെ പേരാണ് കൊടുക്കുന്നത്, റഫീഖ്. ഒമാനുവൽ. കൺട്രി കൊടുക്കുക. നമ്മൾ ഏത് രാജ്യക്കാരാണെന്ന് വെച്ചാൽ അതിൽ കുറേ രാജ്യങ്ങളുണ്ട്. ഇന്ത്യ ഉണ്ട്, നേപ്പാൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഫിലിപ്പീൻസ്, കുറേ രാജ്യങ്ങളുണ്ട്. നമ്മൾ ഇന്ത്യ കൊടുക്കുക. അതിനുശേഷം നമ്മളെ സ്റ്റേറ്റ് ഏതാണോ അത് കൊടുക്കുക. കേരള. ഫോർജിൻ കൺട്രി ഏത് രാജ്യത്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. കുവൈറ്റ്, UAE, ഒമാന്, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, സൗദി അറേബ്യ, 4-5 GCC രാഷ്ട്രങ്ങളുണ്ട്. ഞാൻ UAE കൊടുക്കണം. UAE എവിടെയാണ്? UAE ഷാർജ. ഒറിജിൻ കൺട്രി പേഴ്സണൽ നമ്പർ, നമ്മളെ നമ്പർ കൊടുക്കുക. ഫൈവ് 6 9 9 3 5 1 2. ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കുക. ഇല്ലാത്തതുകൊണ്ട് ആ നമ്പർ തന്നെ കൊടുക്കുകയാണ്. 5 6 9 9 3 5 1 2. എമർജൻസി കോണ്ടാക്ട് നമ്പർ. നമുക്ക് ഒരാളെ പെട്ടെന്ന് കിട്ടേണ്ട ഒരാളുണ്ടെങ്കിൽ ആ ആളെ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. എമർജൻസി ബട്ടൺ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു അത്യാഹിതത്തിൽ കുടുങ്ങിയിരിക്കുകയാണെങ്കിൽ ആ നമ്പർ കൊടുക്കാം. അത് മറ്റൊരു നമ്പർ കൊടുക്കാം. എൻ്റെ തന്നെ വേറെ നമ്പർ കൊടുക്കാം. 05502920. എന്നിട്ട് ഫിനിഷിങ് അടിക്കുക. ഇന്ത്യൻ എംബസി സെലക്ട് ചെയ്താൽ ഇന്ത്യൻ എംബസി UAE എവിടെയാണുള്ളത് ലൊക്കേഷൻ ഇവിടെ അടിച്ചാൽ ലൊക്കേഷൻ കിട്ടും. ഇന്ത്യൻ എംബസിൻ്റെ UAE ഫോൺ നമ്പർ, അതുപോലെ പിന്നെ ഇമെയിൽ അഡ്രസ്സ്, ഇന്ത്യൻ എംബസിൻ്റെ സൈറ്റ്, ലൊക്കേഷന്, ഫോൺ നമ്പർ, ബന്ധപ്പെടാനുള്ള എല്ലാ സംഗതികളും ഉണ്ട്. അതേപോലെ പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ നിയർ ബൈ അടിച്ചാൽ ഏറ്റവും അടുത്തുള്ള എന്താണ് NGO ഇൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. പിന്നെയുള്ള സൗകര്യം
ഫോമിൽ നേരത്തെ കണ്ട പാസ്പോർട്ട് സർവീസ് ഇൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അതെല്ലാം അപ്ഡേറ്റ് ചെയ്തില്ല, അടുത്ത് വരും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ കൗൺസിലിംഗ് സർവീസ്, ലാംഗ്വേജ് നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിലേക്ക് മാറാം. ചേഞ്ച് ചെയ്ത് നമുക്ക് വേറെ ഭാഷ മാറ്റണമെങ്കിൽ ഭാഷ മാറ്റാം. പിന്നുള്ളത് എമർജൻസി സെറ്റിങ്സ്. നമ്മൾ നേരത്തെ മൈക്ക് കൊടുത്ത നമ്പറുകൾ മാറ്റം വരുത്താം. എമർജൻസി നമ്പർ 2 സെൻഡ് മെസ്സേജ്, എമർജൻസി അലാറം ആക്റ്റീവ് ആക്കി വെക്കുക. പിന്നെ ഹെൽപ്പ് ലൈൻ നമ്പർ ഇവിടെ യു എന് സംബന്ധമായ എല്ലാ നമ്പറും ഉണ്ട്, പക്ഷെ അതുപോലെ കൊടുത്തിട്ടില്ല, അപ്ഡേറ്റ് ചെയ്യുള്ളൂ. ഇത് ചെയ്യാൻ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ എമിഗ്രേഷൻ്റെ ഇത് സംബന്ധമായുള്ള വിവരങ്ങളും വരും, പക്ഷെ അത് ആക്റ്റീവ് ആയിട്ടില്ല തോന്നുന്നുണ്ട്. പിന്നെ അതാണ് അലാറം, എമർജൻസി അലർട്ട്, എമർജൻസി മെസ്സേജ് നമ്പർ, ആർ യു ഷുവർ, യെസ്, ചെക്ക് ചെയ്ത് നോക്കാം. മൊബൈൽ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് എമർജൻസിയിലേക്ക് കോൾ പോകുന്നില്ല. കൊടുത്ത എമർജൻസി നമ്പറിലേക്ക് ഒറ്റ ക്ലിക്ക് തന്നെ കോൾ പോകുന്നതാണ്, മെസ്സേജ് പോകും. ഇത്ര തന്നെ ഉള്ളൂ. ഇതിൽ പുതിയ ഇനി കുറേ മാറ്റങ്ങൾ വരാനുണ്ട്. ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുള്ളൂ, അടുത്ത് തന്നെ ഇതിന് വ്യത്യാസങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു വാച്ചിങ്.